ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ലോക ജനസംഖ്യാ ദിന ക്വിസിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ തൊട്ട് ക്വിസ് മത്സരത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം. അതിന്റെ ഉത്തരം ആരൊക്കെയാണോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 11-ാം തീയതി. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11-ാം തീയതിയാണ്. ഇനി എന്തിനാണ് ഈ ഒരു ലോക ജനസംഖ്യാ ദിനം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ലോക ജനസംഖ്യാ വർധനവ് ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും കുടുംബസൂത്രണം, ലിംഗസമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ജൂലൈ 11-ാം തീയതി നമ്മൾ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഏത് വർഷം മുതലാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1989. അതായത് ജൂലൈ 11-ാം തീയതിയാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു. 1989 മുതലാണ് ഐക്യരാഷ്ട്രസഭ ജൂലൈ 11-ാം തീയതി ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത് ഏത് വർഷമാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിലും ഉത്തരം 1989 ആണെന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 തിരഞ്ഞെടുക്കാൻ കാരണമായ 5 ബില്യൺ ഡേ ഏത് വർഷമായിരുന്നു? ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് കടക്കാം. 1987 ജൂലൈ 11 ഈ ഒരു 5 ബില്യൺ ഡേ നടന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു 5 ബില്യൺ ഡേ എന്ന് ഈ ഒരു ദിവസത്തെ വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നാണ് ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്. അതുകൊണ്ടാണ് അതിനെ 5 ബില്യൺ ഡേ എന്ന് വിളിക്കുന്നത്. 5 ബില്യൺ ഡേ തികഞ്ഞത് എപ്പോഴാണ്? 5 ബില്യൺ ഡേ നടന്നത് 1987 ജൂലൈ 11-നാണ്. അതുകൊണ്ടാണ് നമ്മൾ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്. ലോകത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഈ ചോദ്യം പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഇപ്പോഴുള്ള പല AI വെച്ചിട്ടുള്ള കണക്കുകളും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്നുള്ള കണക്കുകളും എടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യ എന്നാണ് ഉത്തരം കിട്ടുന്നത്. ലോകത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. ഓർത്തിരിക്കുക, ഇത് ചിലപ്പോൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ എന്നാണ് ഇപ്പോഴുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോക ജനസംഖ്യ 800 കോടി അല്ലെങ്കിൽ 8 ബില്യൺ തികഞ്ഞത് എന്നാണ്? ലോക ജനസംഖ്യ 800 കോടി അല്ലെങ്കിൽ 8 ബില്യൺ തികഞ്ഞത് 2022 നവംബർ 15-ാം തീയതിയാണ്. ഇത്തരത്തിലുള്ള ഡേറ്റുകൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം, എല്ലാ വർഷവും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഏതൊരു സ്പെഷ്യൽ ഡേയെ പറ്റിയുള്ള ക്വിസിന് പഠിക്കുമ്പോഴും ആ ഒരു വിഭാഗത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ പഠനശാഖയെ പറ്റി അറിഞ്ഞിരിക്കുക. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനശാഖയുടെ പേര് ഡെമോഗ്രഫി എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡെമോഗ്രഫി. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ സെൻസസ് നടന്നത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ സെൻസസ് നടന്നത് 1872-ലാണ്. മേയോ പ്രഭുവിന്റെ കാലത്താണ് ഈ ഒരു സെൻസസ് നടക്കുന്നത്. വർഷം ഓർത്തിരിക്കുക, 1872. എട്ടാമത്തെ ചോദ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ കൃത്യമായ ഇടവേളകളിൽ ഓരോ 10 വർഷത്തിലും പൂർണ്ണമായ സെൻസസ് ആരംഭിച്ച വർഷമേത്?
ആദ്യം തന്നെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. 1881 റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് 1872 ഇന്ത്യയിൽ ആദ്യമായി ഒരു ജനസംഖ്യാ സെൻസസ് നടക്കുന്നത് എന്നാണ്. അതിനുശേഷം ഇന്ത്യയിൽ കൃത്യമായ ഇടവേളകളിൽ, അതായത് ഓരോ 10 വർഷത്തിലും പൂർണ്ണമായ സെൻസസ് ആരംഭിച്ച വർഷമാണ് 1881 എന്ന് ഓർത്തിരിക്കുക. 9ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത്തെ സെൻസസ് ആയിരുന്നു 2011 നടന്നത്. ഇന്ത്യയിലെ തന്നെ ആകെ 15ാമത്തെ സെൻസസ് ആയിരുന്നു 2011. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം സിക്കിം. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ്. അപ്പോൾ 2 സംസ്ഥാനങ്ങളും ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ചോദ്യം നമ്പർ 12, ഇന്ത്യയിൽ ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണെങ്കിലും പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലാണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഉത്തരം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച 4 കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ്, ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലും, ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞത് അരുണാചൽ പ്രദേശിലുമാണ്. ഈ 4 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ചോദ്യം നമ്പർ 14, 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ ഏകദേശം എത്രയാണ്? ക്വിസിൽ ചോദിക്കാൻ സാധ്യത കുറവാണെങ്കിൽ കൂടി ഓർത്തിരിക്കുക. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ ഏകദേശം 3.34 കോടിയാണ്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം, കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ചോദ്യം നമ്പർ 16, കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? എളുപ്പമുള്ള ചോദ്യമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് ജില്ല. ചോദ്യം നമ്പർ 17, കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ചോദ്യം നമ്പർ 18, കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ലയാണ്. നമുക്ക് 4 ചോദ്യങ്ങൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് മലപ്പുറം, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളത് വയനാട്, ഏറ്റവും കൂടിയ ജനസാന്ദ്രതയുള്ളത് തിരുവനന്തപുരം, ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ളത് ഇടുക്കി. 19ാമത്തെ ചോദ്യം, ജനസംഖ്യാ ചരിത്രത്തിൽ 1921 വർഷം ഇന്ത്യയിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ജനസംഖ്യാ ചരിത്രത്തിൽ 1921 വർഷം ഇന്ത്യയിൽ അറിയപ്പെടുന്നത് മഹാവിഭജന വർഷം അല്ലെങ്കിൽ
ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ഒരേ ഒരു വർഷമാണിത്. അതുകൊണ്ടാണ് ഈ വർഷം ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് അല്ലെങ്കിൽ മഹാവിഭജന വർഷം എന്നറിയപ്പെടുന്നത്. 1921 പ്രാധാന്യം ജനസംഖ്യാ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിന്റെയും PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയിലെ 20ാമത്തെ ചോദ്യം, ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ 1000 പുരുഷന്മാർക്കുള്ള സ്ത്രീകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം സെക്സ് റേഷ്യോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം. സ്ത്രീ പുരുഷ അനുപാതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്നാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ 1000 പുരുഷന്മാർക്കുള്ള സ്ത്രീകളുടെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ സെക്സ് റേഷ്യോ. ഇനി നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം, ലോക ജനസംഖ്യയിൽ 3ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? 1ഉം 2ഉം ഇന്ത്യയും ചൈനയുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 3ാം സ്ഥാനത്തുള്ള രാജ്യമേത്? ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് നിർബന്ധമായും രേഖപ്പെടുത്തുക. ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസിന്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടു പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായും ജനസംഖ്യാ ദിന ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.